കുറച്ച് നാൾ മുമ്പ് വരെ ഞാൻ ഭയങ്കര ഓവർ തിങ്കറായിരുന്നു. മറ്റുള്ളവരെന്നെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അവരെന്നെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ, അവരെൻ്റെ ബാക്കിൽ എന്നെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു. ഇങ്ങനെ ചിന്തിച്ച് അത് പിന്നെ കൂടുതലായിട്ട് ചിന്തിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കി പിന്നെ ഉറങ്ങാണ്ടിരിക്കുക, അല്ലെങ്കിൽ അതിങ്ങനെ ചിന്തിച്ച് ഞാൻ എൻ്റെ ചിന്തകളെ തന്നെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആക്കി. അങ്ങനെയൊക്കെയുള്ളൊരു ഓവർ തിങ്കറായിരുന്നു ഞാൻ. എന്നാൽ എനിക്ക് മനസ്സിലായി, നമ്മൾക്ക് ഒരു മനുഷ്യനെയും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. എന്നാൽ നമുക്ക് സ്വയം ചേഞ്ച് ആവാൻ പറ്റും. നമുക്ക് നമ്മളെ തന്നെ ചേഞ്ച് ചെയ്യിക്കാൻ പറ്റും. നമ്മളെ കണ്ട് അവരും ചേഞ്ച് ആവട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ദൈവസന്നിധിയിൽ അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, നീ എന്നെ ചേഞ്ച് ചെയ്യണേ. ആരെന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും എൻ്റെ ദൈവത്തിന് എന്നെ അറിയാലോ. ആരെന്നെക്കുറിച്ച് മോശം പറഞ്ഞാലും എൻ്റെ ദൈവത്തിന് എന്നെ അറിയാലോ. ദൈവമേ, ആരെന്നോട് ദേഷ്യപ്പെട്ടാലും എൻ്റെ നാവിനെ നീ കടിഞ്ഞാണിടണമേ. ആരെന്നെക്കുറിച്ച് മോശം പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞാലും കർത്താവെ, എനിക്ക് അവരോട് പ്രതികരിക്കണ്ട. അങ്ങനെയൊക്കെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ച് എനിക്ക് ഭയങ്കര സമാധാനമായി തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ നമ്മൾ സ്വയം മാറിക്കഴിഞ്ഞാൽ മാറാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ആ മാറ്റം നമുക്ക് തരുന്നത് നമ്മുടെ ദൈവമാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. ഇപ്പം ഞാൻ അനുഭവിക്കുന്ന ഒരു സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവിക സമാധാനമാണ്. നിങ്ങൾ ദൈവത്തോടൊന്ന് സംസാരിച്ച് നോക്ക്. ഇങ്ങനെ എന്നെ പോലെ ഓവർ തിങ്കറായിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ദൈവസന്നിധിയിലൊന്ന് പറഞ്ഞു നോക്ക്. എന്നിട്ട് ദൈവമേ, എന്നെ നീ ഒന്ന് ചേഞ്ച് ആക്കണേ എന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം ഉറപ്പായിട്ടും നിങ്ങളെ ചേഞ്ച് ആക്കും. ഇയ്യോബ് 22-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നിന്നെ താഴ്ത്തുമ്പോൾ ഉയർച്ചയെന്ന് നീ പറയും, താഴ്മയുള്ളവനെ ദൈവം രക്ഷിക്കും. നിങ്ങൾ താഴ്മയുള്ളവരായിരിപ്പിൻ. ഓവർ തിങ്കിങ് എല്ലാം മാറ്റി വെച്ച് നിങ്ങളുടെ ചിന്തകളെല്ലാം ദൈവസന്നിധിയിലേക്ക് കൊടുക്കുക. ദൈവം നിങ്ങളെ ചേഞ്ച് ആക്കി നല്ലൊരു വ്യക്തിയാക്കി തീർക്കും. മറ്റുള്ളവർ എങ്ങനെ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ദൈവസന്നിധിയിൽ നന്മയുള്ളവരായിരിക്കും. ദൈവം നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.